എല്ലാവരും സുഖായിരിക്കുന്നൂന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. വായിലിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് ട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് തൈരിട്ട് കൊടുക്കുക. അപ്പോൾ തൈര് എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് നോക്കിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഷുഗർ എല്ലാം നല്ലതുപോലെ ഒന്ന് അലിഞ്ഞു വരണം. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഷുഗർ എല്ലാം ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. എന്നിട്ട് ഇതും നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലെടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറുള്ള പാല് വേണം കേട്ടോ എടുക്കാനായിട്ട്. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് തണുത്ത പാല് ചേർത്ത് കൊടുക്കരുത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 നുള്ള് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒട്ടും കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ റവയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ കണ്ടോ നമ്മുടെ ബാറ്റർ നോക്കി ഇപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കറിയാലോ റവ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് തിക്കായിട്ട് വരും. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ നമ്മുടെ ബാറ്റർ നോക്കിയേ. ഈ ഒരു രീതിയിൽ വേണം കേട്ടോ കിട്ടാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഈ കേക്ക് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് ഇതുപോലൊരു പാനിലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുമല്ലോ. ഇതുപോലെ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററില്ലേ ഇത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഈ പാൻ തന്നെ ഡയറക്റ്റ് സ്റ്റൗവിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കരുത്. നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ ഇങ്ങനെ വെച്ച് കൊടുത്ത് ചൂടാക്കി എടുത്തതിന് ശേഷം വേണം ആ പാനിൻ്റെ മുകളിലായിട്ട് ഈ പാൻ ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റ് കഴിയട്ടെ. അതിന് ശേഷം നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. കണ്ടോ ഇപ്പോൾ നമ്മുടെ കേക്ക് എല്ലാം നന്നായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു സ്ക്യൂറോ അല്ലാന്നുണ്ടെങ്കിൽ ടൂത്ത് പിക്കോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കണ്ടോ ഇതിപ്പോൾ ക്ലീൻ ആണ്. നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം ചൂട് പോകാനായിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കസ്റ്റാർഡ് മിൽക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ചൂടായിട്ട് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള കസ്റ്റാർഡ് മിൽക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് കണ്ടോ നമ്മുടെ പാല് ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തുള്ള കസ്റ്റാർഡ് മിൽക്ക് ഇല്ലേ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നമുക്കറിയാലോ കസ്റ്റാർഡ് മിൽക്കൊക്കെ ചേർത്ത് കൊടുത്താൽ വേഗം തന്നെ അത് തിക്കായിട്ട് വരും. അപ്പോൾ അതിൻ്റെ പേരിൽ നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ കണ്ടോ ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുറുകി വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ നമ്മുടെ കസ്റ്റാർഡ് മിൽക്ക് ഇതിവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഈ ഒരു സമയമാകുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. കാരണം കുറച്ച് നേരം കൂടെ ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നുകൂടെ ഒന്ന് തിക്കായിട്ട് പോകും. അപ്പോൾ ഈ ഒരു ലൂസ് ആകുമ്പോഴത്തേക്കും നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കേക്കില്ലേ അതിൻ്റെ ചൂട് പോയിട്ടുണ്ട്. അപ്പോൾ ചൂട് പോകുമ്പോൾ കണ്ടോ ഇതിൻ്റെ സൈഡിൽ നിന്ന് തന്നെ ഇങ്ങനെ വിട്ട് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ നീക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. ഇനി കേക്കിലേക്ക് സ്ക്യൂർ വെച്ചിട്ട് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ഹോൾസ് അതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കസ്റ്റാർഡ് മിൽക്കൊക്കെ ഇതിൻ്റെ അകത്തേക്ക് പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും മതി. ഇനി നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിൽക്കില്ലേ അത് ആ ചൂടോട് കൂടി തന്നെ മുഴുവനായിട്ടും ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് നട്ട്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ബദാമും പിസ്തയാണ് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ കസ്റ്റാർഡ് മിൽക്കൊക്കെ ഇതിൻ്റെ അകത്തേക്കൊക്കെ ആയിട്ട് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഒന്ന് കുതിർന്ന് വരും. അപ്പോൾ 10 മിനിറ്റ് കഴിയട്ടെ. അതിന് ശേഷം നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ദേ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ നന്നായിട്ട് തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കസ്റ്റാർഡ് മിൽക്കൊക്കെ ഇതിലേക്കൊക്കെ കുതിർന്ന് വന്നപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് തണുപ്പിച്ചിട്ടും കഴിക്കാം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നമ്മൾ വായിലിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു സ്നാക്കാണ്. ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്